നമസ്കാരം. ലബ്ബൈക്കിന്റെ ഈരടികളുമായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്നും ആരോഗ്യവും സമ്പത്തുമുള്ളവർ നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്നും നിർദ്ദേശിച്ച് ഹജ്ജിനായി പോയ സയ്യിദ് മുഖൈബിലി ശിഹാബ് തങ്ങൾ സംസാരിക്കുന്നു. ഒപ്പം ബലിപെരുന്നാൾ ആശംസകളുമായി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ സലീം പതുവനയും ചേരുന്നു. ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. മക്ബൂലായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബ കാണുകയും അതേപോലെ തന്നെ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളെല്ലാം നിർവഹിക്കുക എന്നുള്ളതിനെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാത്രമാണ് നാം ഇതിനെയൊക്കെ കണക്കാക്കാൻ കഴിയുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് ഹജ്ജ് ചെയ്യാന്നുള്ളത്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് പരിശുദ്ധമായ കഅബയിൽ പോകാൻ കഴിവുള്ളവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഹജ്ജ് നിർവഹിക്കണം എന്നുള്ളതാണ് നിർബന്ധമായ ഒരു കാര്യമാണ്. അവസരം കിട്ടിയിട്ടും നിർഭാഗ്യവശാൽ പലർക്കും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിലെല്ലാം ഈ അടുത്ത കാലങ്ങളിലായൊക്കെ ഒരുപാട് ആളുകൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലും അല്ലാതെയും പ്രൈവറ്റുമായിട്ടും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ചെല്ലുക എന്നുള്ളതും ആ പുണ്യഭൂമിയിൽ കാൽ ചവിട്ടുക എന്നുള്ളതും സന്തോഷകരമായ ഒരു വലിയ ഭാഗ്യമായിട്ട് മാത്രമാണ് കണക്കാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും അതിനുള്ള തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കി അടുത്ത ബലിപെരുന്നാൾ അടുത്ത മാസം ആദ്യവാരത്തിൽ ആഘോഷിക്കുകയാണ്. ഒരുപാട് ത്യാഗങ്ങൾ കൂടിയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദൈവദൂതൻ്റെ സന്ദേശപ്രകാരം സ്വന്തം മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൽ നിന്നുമാണ് നമുക്ക് ലോക മുസ്ലിങ്ങൾക്ക് ഹജ്ജ് പെരുന്നാളിനോടനുബന്ധിച്ച് ബലിയറുക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നത്. എല്ലാ ലോക മുസ്ലിങ്ങൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കടുങ്ങല്ലൂർ പഞ്ചായത്ത് നിവാസികൾക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്.